ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാന് സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി സാധാരണ മസാലക്കറിയല്ലേ ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് തേങ്ങ ഒക്കെ ചിരകി എടുക്കുകയാണ്. ഉള്ളി തക്കാളിയൊക്കെ അവിടെ കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിക്കാണ്ട് അതൊന്ന് വറുത്തെടുക്കണം. നല്ല പോലെ വറുത്തിട്ട് അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് കേട്ടോ. അപ്പോൾ വറക്കണേൽ കുറച്ച് വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും വേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് നല്ല പേസ്റ്റ് ആക്കിക്കാണ്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലാണ് കേട്ടോ ഉള്ളി തക്കാളി ഇതൊക്കെ വാട്ടിക്കാണ്ടാണ് കറി ഉണ്ടാക്കുന്നത്, ഒന്നിച്ചിട്ടല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക്. നമ്മൾ ഒന്നിച്ചിട്ട് എല്ലാതും കൂടെ ഇട്ട് വെക്കണേക്കാട്ടിലും ഒന്നും കൂടെ ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലപോലെ വാടിയപ്പോൾ അതിലേക്ക് തക്കാളി, ഉരുളൻകിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഇട്ടുകാണ്ട് നല്ല പോലെ ഒന്ന് വഴറ്റിക്കാണ്ട് എടുക്കുക കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല ഇതൊക്കെ കൂടി, മല്ലിപ്പൊടി ഇതൊക്കെ കൂടി ഇട്ടുകാണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. അങ്ങനെ അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം നല്ല പോലെ മാറി വരണം, അതുവരെ ഇളക്കി എടുക്കുക, വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ. അങ്ങനെ എല്ലാതും കൂടെ ഇട്ടിട്ട് ഞാൻ ചിക്കൻ മസാല ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ചിക്കനും കൂടെ ഇട്ടുകാണ്ട് നല്ല പോലെ വെള്ളം ഇല്ലാണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ തേങ്ങ അരച്ചതുണ്ടായിരുന്നല്ലോ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് പോകരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയാൽ അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ, ഒന്ന് ഇറക്കി വെക്കുക അടുപ്പത്തുനിന്ന്. അപ്പം ഞാൻ ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കറി നല്ലപോലെ കട്ടിയായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഒന്ന് മൂപ്പിച്ചെടുത്ത് കറി സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ തേങ്ങ അരച്ച കറി ആകുമ്പോൾ പിന്നെ പത്തിരി ഇല്ലാതെ എങ്ങനെയല്ലേ. അപ്പം അതാ പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞൊരു ദിവസം ചപ്പാത്തിയും പത്തിരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് തീരെ ശരിയാവലില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ, അങ്ങനെ ചെയ്യണം, വെള്ളം എത്ര ഒഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് 1,00,000-ൻ്റെ മുകളിൽ ആൾക്കാർ കാണും ചെയ്തിട്ടുണ്ട് കേട്ടോ.